So we are now discussing about double integration. അപ്പോൾ ആദ്യം തന്നെ യൂഷ്വൽ ഇൻ്റഗ്രേഷനിൽ നിന്ന് എങ്ങനെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ വ്യത്യസ്തമാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം യൂഷ്വൽ ഇൻ്റഗ്രേഷനിൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രേറ്റഡ് ഓവർ ആൻ ഇൻ്റർവെൽ. അതായത് നമ്മുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് integrate ചെയ്യുന്നത് എവിടെയായിരിക്കും? ഓവർ ക്ലോസ് ഇന്റർവെൽ ആയിരിക്കും. സോ ഇൻ യൂഷ്വൽ ഇന്റഗ്രേഷൻ ദ ഫംഗ്ഷൻ ഈസ് ഇന്റഗ്രേറ്റഡ് ഓവർ ആ ഇന്റർവെൽ. എന്നാൽ ഡബിൾ ഇന്റഗ്രേഷനിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതായത് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർവെൽ ആയിരിക്കില്ല, മറിച്ച് എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയനിലായിരിക്കും. അതായത് ഇൻ ഡബിൾ ഇന്റഗ്രേഷൻ ദ ഫംഗ്ഷൻ ഈസ് ഇന്റഗ്രേറ്റഡ് ഓവർ എ റീജിയൻ ആർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഇതാണ് യൂഷ്വൽ ഇന്റഗ്രേഷൻ ഡബിൾ ഇന്റഗ്രേഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. എന്താണ്? യൂഷ്വൽ ഇന്റഗ്രേഷനിൽ ഫംഗ്ഷൻ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ ആൻ ഇന്റർവെൽ ആയിരിക്കും. അതേസമയം ഡബിൾ ഇന്റഗ്രേഷനിൽ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയനിലാണ്. അപ്പോൾ നമുക്ക് പ്ലെയിനിലെ റീജിയൻസിനെ കുറിച്ച് നോക്കാം. എക്സ് വൈ പ്ലെയിനിലെ റീജിയൻസിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് റെക്ടാങ്കുലർ റീജിയൻ, അല്ലെങ്കിൽ നോൺ റെക്ടാങ്കുലർ, അല്ലെങ്കിൽ ജനറൽ റീജിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ റെക്ടാങ്കുലർ റീജിയൻ, എന്താണ് നോൺ റെക്ടാങ്കുലർ ഓർ ജനറൽ റീജിയൻ എന്ന് നോക്കാം. റെക്ടാങ്കുലർ റീജിയൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്പുള്ള റീജിയനാണ്. അപ്പോൾ ഈ ഫിഗർ നോക്കാം, ഈ റെക്ടാങ്കുലർ ഷേപ്പുള്ള റീജിയനാണ്. അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ റീജിയൻ എങ്ങനെയാണ് ഫോം ചെയ്തത്. ഈ റെക്ടാങ്കുലർ റീജിയൻ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഫോം ചെയ്യുന്നത്? എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാ എക്സ് വാല്യൂസും സിയുടെയും ഡിയുടെയും ഇടയിലുള്ള എല്ലാ വൈ വാല്യൂസും ചേർന്നുണ്ടാക്കുന്ന റീജിയനാണ് ഈ റെക്ടാങ്കുലർ റീജിയൻ ആർ. രണ്ട് ഇന്റർവെൽസ് എ ബിയും സി ഡിയും ഉപയോഗിച്ച് നമുക്ക് ഈ റെക്ടാങ്കുലർ റീജിയനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇൻ അതർ വേർഡ്സ് നമ്മുടെ ആറിനെ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ xy points xy in the plane such that a less than or equal to x less than or equal to b, c less than or equal to y less than or equal to b. So ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ റീജിയൻ. സോ ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് റെക്ടാങ്കിൾ. അപ്പോൾ അതാണ് റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇന്റർവെൽസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി പ്ലെയിനിൽ റെക്ടാങ്കുലർ റീജിയൻ അല്ലാത്ത വേറെ റീജിയനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ രണ്ട് നോക്കാം. അപ്പോൾ ഇത് റെക്ടാങ്കുലർ റീജിയൻ അല്ല, ഇത് ഒരു റെക്ടാങ്കുലർ റീജിയൻ അല്ല, പക്ഷെ ഇത് പ്ലെയിനിന്റെ ഒരു റീജിയൻ ആണ്. അപ്പോൾ റെക്ടാങ്കുലർ റീജിയനിലേതുപോലെ ഈ രീതിയിൽ, അതായത് ഇന്റർവെൽസിന്റെ രീതിയിൽ നമുക്ക് നോൺ റെക്ടാങ്കുലർ റീജിയനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ റീജിയൻസിനെ രണ്ടായിട്ട് തിരിച്ച് റെക്ടാങ്കുലർ റീജിയൻ അല്ലെങ്കിൽ ജനറൽ റീജിയൻ. റെക്ടാങ്കുലർ റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർവെൽസിന്റെ ടേംസിൽ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നോൺ റെക്ടാങ്കുലർ റീജിയനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ വേറെ ചില മെത്തേഡ്സ് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് എപ്പോഴും ഓവർ എ റീജിയൻ ആറാണെന്ന് പറഞ്ഞു. രണ്ട് ടൈപ്പ് റീജിയൻസ് ഉണ്ട്, റെക്ടാങ്കുലർ റീജിയൻസും നോൺ റെക്ടാങ്കുലർ റീജിയൻസും. അതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രേഷനും രണ്ട് ടൈപ്പ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഡബിൾ ഇൻ്റഗ്രേഷൻ ഓവർ റെക്ടാങ്കുലർ റീജിയൻസ്, അതുപോലെ ഡബിൾ ഇൻ്റഗ്രേഷൻ ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡബിൾ ഇൻ്റഗ്രേഷൻസ് ഓവർ റെക്ടാങ്കുലർ റീജിയൻസ് പഠിക്കും, അതിനുശേഷം ഡബിൾ ഇൻ്റഗ്രേഷൻസ് ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻസിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ ഇൻ്റഗ്രൽസ് ഓവർ റെക്ടാങ്കുലർ റീജിയൻസിനെ കുറിച്ചാണ്. സോ let f of x y be a given function and let R be the rectangular region discussed above. അതായത് R എന്ന് പറഞ്ഞാൽ set of all x y such that a less than or equal to x less than or equal to b, c less than or equal to y less than or equal to d. ആ റെക്ടാങ്കിൾ ആണ് R. അങ്ങനെയാണെങ്കിൽ the double integral of f of x y over the region R is defined as double integral over R f of x y dA equal to integral c to d integral a to b f of x y dx dy, where dA equal to dx dy. So ഇതാണ് ഡബിൾ ഇൻ്റഗ്രലിന്റെ ഡെഫിനേഷൻ ഓവർ ദ റെക്ടാങ്കുലർ റീജിയൻ ആർ. ഓക്കെ, ഇനി എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ എന്ന് നോക്കാം, അല്ലെങ്കിൽ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ ഡബിൾ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്ക് യൂഷ്വൽ ഇൻ്റഗ്രലിന്റെ കേസിൽ നമ്മൾ കണ്ടു, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവിൻ്റെയും ഈ എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന്റെയും ഇടയിലുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ
വേറൊരു ഇതിൽ പറഞ്ഞാൽ the ordinary integral a to b f of x dx gives the area under the curve y equal to f of x between x equal to a and x equal to b. അതുപോലെ ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഡബിൾ ഇന്റഗ്രേഷനും പറയാൻ പറ്റും. എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ സി ടു ഡി എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ സർഫസിൻ്റെയും ആർ എന്ന് പറഞ്ഞ ആ റെക്റ്റാങ്കിളിൻ്റെയും ഇടയിലൊരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനിൻ്റെ വോളിയം ആയിരിക്കും ഈ ഡബിൾ ഇൻറ്റഗ്രൽ. ദാറ്റ് ഈസ് ദ ഡബിൾ ഇൻറ്റഗ്രൽ സി ടു ഡി ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ gives the volume between the surface z equal to f of x y and the rectangle r given there. So this is the definition of double integral over rectangular region and this is the geometric interpretation. Okay. ഇനി എങ്ങനെ ഒരു ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡബിൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 തവണ സക്സസീവ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2-3 കണ്ടീഷൻസ് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യും. ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, അതിന് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇൻ്റഗ്രൽ സി ടു ഡി ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റുള്ള ഇൻ്റഗ്രലിനെ നമ്മൾ ഇന്നർ ഇൻ്റഗ്രൽ എന്ന് പറയും. ഇനി ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഇന്നർ ഇൻ്റഗ്രലിനെ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവാലുവേറ്റ് ദ ഇന്നർ ഇൻ്റഗ്രൽ ഫസ്റ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ട്രീറ്റ് വൈ ആസ് എ കോൺസ്റ്റന്റ്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടു. സോ ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു വൈ കോൺസ്റ്റന്റ് ആണ്, വൈനെ പുറത്തെടുത്ത് എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു. സോ ഇൻ്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു വൈ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ വി ട്രീറ്റ് എക്സ് ആസ് എ കോൺസ്റ്റന്റ്. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സിനെ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കാം, ഇൻ്റഗ്രൽ എക്സ് വൈ ഡി വൈ. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സിനെ പുറത്തെടുത്ത് വൈയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ ടു. സോ ഇൻ്റഗ്രൽ എക്സ് വൈ ഡി വൈ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ബൈ ടു പ്ലസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എക്സാമ്പിളിലൂടെ കാണാം. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ആദ്യം എന്താണ്, നമ്മൾ നേരത്തെ കണ്ടാല് ഈ ഒരു രീതിയിൽ എഴുതി ഒരു ഇന്നർ ഇൻ്റഗ്രൽ ആക്കിയിട്ട് ആദ്യം എഴുതി. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ ഇന്നർ ഇൻ്റഗ്രലിനെ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വൈ സ്ക്വയർ ഒക്കെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഈ ഇൻ്റഗ്രൽ എന്ത് വരും, വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. വൈ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്, എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ്സ് 0 1 ഈക്വൽ ടു എന്താ വരിക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 0 ആണ് നോക്കേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ ബൈ 3 മൈനസ് 0 ഡി വൈ ഈക്വൽ ടു എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 2 വൈ സ്ക്വയർ ബൈ 3 ഡി വൈ ഈക്വൽ ടു, ഇതിപ്പോൾ ജസ്റ്റ് യൂഷ്വൽ ഇൻ്റഗ്രേഷനായി, എക്സ് ടേംസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, വൈ സ്ക്വയറിൻ്റെ വൈ ക്യൂബ് ബൈ 3 ആ ഡിനോമിനേറ്റർ 3 കൂടെ കൂടുമ്പോൾ വൈ ക്യൂബ് ബൈ 9 ലിമിറ്റ്സ് 0 to 2 ഈക്വൽ ടു എന്താണ്, 2 ക്യൂബ് ബൈ 9 മൈനസ് 0 ക്യൂബ് ബൈ 9 ഈക്വൽ ടു 8 by 9. So double integral 0 to 1 0 to 2 0 to 1 x square y square dx dy equal to 8 by 9. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് വൺ ഇന്നർ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ y ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സ് ഉണ്ടെങ്കിൽ ആ എക്സും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, properties of double integrals over
rectangles. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡബിൾ ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുന്നത് ഓവർ എ റെക്ടാങ്കിൾ ആർ ആണ്. സോ ലെറ്റ് ആർ ബി ദാറ്റ് റെക്ടാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കെ എഫ് ഓഫ് എക്സ് ബൈ ഡി എ ഈക്വൽ ടു കെ ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ബൈ ഡി എ വേർ കെ ഇസ് എ കോൺസ്റ്റന്റ്. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയും. സെക്കൻഡ് റൂള് സം റൂളും ഡിഫറൻസ് റൂളും കമ്പൈൻഡ് ആയിട്ട് പറഞ്ഞാണ് ഡബിൾ ഇന്റഗ്രൽ എഫ് പ്ലസ് ജി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ എഫ് പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ജി. അതുപോലെ ഡിഫറൻസ് റൂള് ഡബിൾ ഇന്റഗ്രൽ എഫ് മൈനസ് ജി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ എഫ് മൈനസ് ഡബിൾ ഇന്റഗ്രൽ ജി. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറസ്പോണ്ടിങ് ഡബിൾ ഇന്റഗ്രൽസ് ആൻഡ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡിഫറൻസ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് ടു ഡബിൾ ഇന്റഗ്രൽസ്. ഇതാണ് സം റൂളും ഡിഫറൻസ് റൂളും. ഈ തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് നോൺ നെഗറ്റീവ് ഓൺ ആർ ദെൻ ഡബിൾ ഇന്റഗ്രൽ എഫ് ഈസ് ഓൾസോ നോൺ നെഗറ്റീവ്. അതുപോലെ തന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഓൺ ആർ ദെൻ ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ജി ഓഫ് എക്സ്. ഇതിന് ഈ പ്രോപ്പർട്ടിനെ നമ്മൾ ഡോമിനേഷൻ എന്ന് പറയും. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് ആർ ഈക്വൽ ടു ആർ വൺ യൂണിയൻ ആർ ടു വേർ ആർ വൺ ആൻഡ് ആർ ടു ആർ ടു നോൺ ഓവർലാപ്പിംഗ് റെക്ടാങ്കിൾ. അതായത് നമ്മൾ റെക്ടാങ്കുലർ റീജിയനെ രണ്ട് നോൺ ഓവർലാപ്പിംഗ് റെക്ടാങ്കിളിന്റെ റീജിയൻ ആയിട്ട് യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൺ എഫ് പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ടു എഫ് ആയിരിക്കും. സോ ഇതാണ് 5 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽസ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ നമ്മൾ ഡബിൾ ഇന്റഗ്രൽസിന്റെ 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ യൂഷ്വൽ ഇന്റഗ്രൽസിൽ കണ്ടതാണ്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ എ ടു ബി കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ യൂഷ്വൽ ഇന്റഗ്രൽസിൽ ബാക്കി എല്ലാ റൂൾസും കണ്ടു. ഫിഫ്ത്ത് റൂൾ ഏതായിരുന്നു? ഫിഫ്ത്ത് റൂൾ നമ്മൾ എങ്ങനെയാ പറയാ? യൂഷ്വൽ കേസിൽ ഇന്റഗ്രേഷൻ ഓവർ ഇന്റർവൽസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ 1 to 5 f of x dx equal to integral 1 to 3 f of x dx plus integral 3 to 5 f of x dx, where 1, 3 and 3, 5 are two non-overlapping intervals. അപ്പോൾ അതിൻ്റെ അതേ കാര്യം റീജിയൻസിൽ പറയുന്നതേ ഉള്ളൂ. സോ ഈ 5 പ്രോപ്പർട്ടീസും യൂഷ്വൽ ഇന്റഗ്രൽസിൽ ഉള്ള പ്രോപ്പർട്ടിയാണ്. എന്നാൽ യൂഷ്വൽ ഇന്റഗ്രൽസിൽ ഉള്ള ഇതിൽ പറയാത്ത 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യനിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പോൾ let f of x y be a given function and r be the rectangle a less than or equal to x less than or equal to b, c less than or equal to y less than or equal to d. അങ്ങനെയാണെങ്കിൽ the double integral of f of x y over r നമ്മൾ ഡിഫൈൻ ചെയ്തു. double integral over r f of x y dA equal to integral c to d integral a to b f of x y dx dy. ഓക്കെ, ഇപ്പോൾ ഡബിൾ ഇന്റഗ്രലിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തത്? ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തു ഫ്രം എ ടു ബി. എന്നിട്ട് കിട്ടുന്ന ആ ഇൻ്റഗ്രലിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു സി ടു ഡി വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തത്. എങ്ങനെയാണ്? ആദ്യം എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം എ ടു ബി. അതിനുശേഷം ആ കിട്ടിയ വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം സി ടു ബി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ, ഈ പ്രോസസ്സ് നമുക്ക് തിരിച്ച് ചെയ്തൂടെ? അതായത് ഈ ഇൻ്റഗ്രൽ കിട്ടാൻ ആദ്യം എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈയുടെ ലിമിറ്റ്സ് കൊടുക്കുക. അതിനുശേഷം ആ റിസൾട്ടൻ്റ് വാല്യൂവിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ആകുമ്പോൾ എക്സിൻ്റെ ലിമിറ്റ്സ് എ ടു ബി. അപ്പോൾ ലിമിറ്റ് സെയിം ആണ്, ഫംഗ്ഷൻ സെയിം ആണ്, ചെയ്ത ഓർഡർ വ്യത്യാസമാണ്. ആദ്യം ചെയ്ത ഓർഡർ എങ്ങനെയായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ കാണാൻ എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫ്രം എ ടു ബി ചെയ്യുന്നു. അതിനുശേഷം ആ കിട്ടിയ വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു ഫ്രം സി ടു ബി.
ഇവിടെ ചെയ്തു ആദ്യം എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനുശേഷം ആ കിട്ടിയ വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫൈൻ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇൻ്റഗ്രൽസ് ഈക്വൽ ആകുന്നു. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഫെമിനിസ്റ്റ് തിയറം പറയുന്നത്. അപ്പോൾ വേറെ രീതിയിൽ ചോദിച്ചാൽ ഫെമിനിസ്റ്റ് തിയറം എന്താണ് പറയുന്നത്? ക്യാൻ വി ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ? സോ ഇതിൻ്റെ ആൻസർ ഫെമിനിസ്റ്റ് തിയറം പറയും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്യാൻ ബി ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ? അതായത് ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആണോ? അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രൽസ് ഈക്വൽ ആണോ എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ അതർ വേർഡ്സ്, ക്യാൻ വി ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Consider the function f of x y equal to 4 minus x minus y and R be the rectangle 0 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 2. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രൽസ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 2, 4 minus x minus y dx dy. അതുപോലെ നമ്മുടെ ഓർഡർ തിരിച്ചുള്ള ഇൻ്റഗ്രൽ 0 to 2, ഇൻ്റഗ്രൽ 0 to 1, 4 minus x minus y dy dx. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 0 to 2, 4 minus x minus y dx dy ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ഇന്നർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 1, 4 minus x minus y-നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ 4x minus എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് y കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ ഉള്ളത്. സോ വൈനെ പുറത്തെടുത്തു, ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഫ്രം ലിമിറ്റ്സ് 0 to 2 dy. ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1, എക്സിന് 2 കൊടുക്കാം. അപ്പോൾ 8 മൈനസ് 2 സ്ക്വയർ ബൈ 2, 2 മൈനസ് 2y മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആണ്, dy ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1, 6 മൈനസ് 2y dy. അപ്പോൾ ഇവിടെ എക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് യൂഷ്വൽ ഇൻ്റഗ്രേഷൻ തന്നെ വരിക. അപ്പോൾ 6ൻ്റെ 6y മൈനസ് 2y സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് ഫ്രം 0 to 1 ഈക്വൽ ടു 6y minus y square from 0 to 1. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 6 minus 1, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 minus 0. സോ ഇൻ്റഗ്രൽ ഈക്വൽ ടു 5. ഇനി നമുക്ക് ഓർഡർ റിവേഴ്സ് ചെയ്ത ഇൻ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്യാം. അതായത് 0 to 2, 0 to 1, 4 minus x minus y dy dx. അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഇന്നർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. സോ ലിമിറ്റ്സ് 0 to 2, ഇൻ്റഗ്രൽ 0 to 4 minus x minus y dy. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ എക്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇൻ്റഗ്രൽ എന്ത് വരും? 4y മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് വൈ മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് ഫ്രം 0 to 1, 0 to 1 dx. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2, വൈക്കാണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ അപ്പർ ലിമിറ്റ് y ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 4 മൈനസ് എക്സ് മൈനസ് 1 സ്ക്വയർ ബൈ 2, 1 ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 വരും dx. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2, 4 minus 1 by 2 എന്ന് പറഞ്ഞാൽ 7 by 2 മൈനസ് എക്സ് dx. വീണ്ടും ഇവിടെ വയലറ്റ് ടേംസ് ഒന്നും ഇല്ല. സോ ഇത് യൂഷ്വൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. 7 by 2ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് 7x by 2 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് 0 to 2. സോ
7 upper limit 2 കൊടുക്കുമ്പോൾ x equal to 2 കൊടുക്കുമ്പോൾ 14/2 മൈനസ് 4/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ രണ്ടും 0 ആണ്. സോ 14 മൈനസ് 4/2 ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് 5 ആണ്. ആ ഓർഡർ തിരിച്ച്, അതായത് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ, വീണ്ടും ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും 5 തന്നെയാണ്. സോ ഈ കേസിൽ ഈ റിസൾട്ട് ട്രൂ ആണ്. ഇന്റഗ്രൽ സി ടു ബി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആയിരിക്കും. എന്നാൽ ഇത് എല്ലാ കേസിലും ശരിയാവണമെന്നില്ല. ഇൻ പർട്ടിക്കുലർ ഇത് എപ്പോഴും ശരിയാവുന്നതെന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഫെമിനിസ് തിയറം പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈ ആർ എന്ന് പറഞ്ഞ റെക്ടാങ്കിളിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഓർഡർ ചേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെയിം റിസൾട്ട് കിട്ടില്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. സോ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് കണ്ടിന്യൂസ് ത്രൂ ഓവർ ദ റെക്ടാങ്കിൾ ആർ, വി ക്യാൻ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. അതർവൈസ് we cannot change the order of integration. So ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4 മൈനസ് എക്സ് മൈനസ് വൈ, ഇത് എൻ്റെ പ്ലെയിനിൽ തന്നെ കണ്ടിന്യൂസ് ആണ്. സോ ഇൻ പർട്ടിക്കുലർ ഈ റെക്ടാങ്കിൾ ആറിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ സെയിം റിസൾട്ട് കിട്ടിയത്. സോ ഫെമിനിസ് തിയറം പറയുന്നത് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് ത്രൂ ഓവർ ദ റെക്ടാങ്കുലർ റീജിയൻ ആർ, ദെൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫെമിനിസ് തിയറം ഫസ്റ്റ് ഫോം. ഈ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് റെക്ടാങ്കുലർ റീജിയൻസിലെ ഫെമിനിസ് തിയറത്തിനാണ് നമ്മൾ ഫെമിനിസ് തിയറം ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ റീജിയൻസ് പഠിക്കുമ്പോൾ അവിടെയും ഫെമിനിസ് തിയറം ഉണ്ടാവും. അതിനെ നമ്മൾ സ്ട്രോങ്ങർ ഫോം എന്ന് പറയും. സോ ഫെമിനിസ് തിയറം ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ഫെമിനിസ് തിയറം ഫോർ റെക്ടാങ്കുലർ റീജിയൻ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. If f of x y is continuous throughout the rectangular region R, a less than or equal to x less than or equal to b, and c less than or equal to y less than or equal to d, then double integral over R f of x y dA equal to integral c to d integral a to b f of x y dx dy equal to integral a to b integral c to d f of x y dy dx. That is, the double integral of any continuous function over a rectangle can be calculated as an isolated integral in either order of integration. So, if f of x y is continuous through the rectangular region R, then we can change the order of integration. ഈ സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. പ്രധാനമായിട്ടും ഈ സെക്ഷനിൽ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഉണ്ടാവും. ഒന്ന് ഡയറക്റ്റ് ഡബിൾ ഇൻ്റഗ്രേഷൻ, അതായത് ഇവാലുവേറ്റ് ഒരു ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വെരിഫൈ ഫെമിനിസ് തിയറം ഫോർ എ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇൻ എ ഗിവൺ റെക്ടാങ്കിൾ ആണ്. അപ്പോൾ അങ്ങനെയും ചോദിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിൻ്റെയും ആർ എന്ന റെക്ടാങ്കിളിൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ആ സോളിഡിൻ്റെ വോളിയമാണ്. സോ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സോളിഡ് ബിറ്റ്വീൻ ദ സർഫസ് സെഡ് ഈക്വൽ ടു എഫ് എക്സ് വൈ ആൻഡ് ദ റെക്ടാങ്കിൾ ആർ. അതായത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ജസ്റ്റ് ഡയറക്റ്റ് ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ചോദിക്കാം. 2 ഫെമിനിസ് തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. 3 വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ബേസിക്കലി ചെയ്യേണ്ടത് എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്നും ഡീപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ വേർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ദ ഫംഗ്ഷൻ 100 മൈനസ് 6x square y and r is a rectangle 0 less than equal to x less than equal to minus 1 less than equal to y less than equal to 1. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 100 മൈനസ് 6x square y ആണ്. ഇത് ത്രൂ ഔട്ട് ദ പ്ലെയിൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ റെക്ടാങ്കിൾ ആറിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഫെമിനിസ് തിയറം പ്രകാരം നമുക്ക് ഏത് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് വൈ ഡി a equal to minus 1 to 1, 0 to 2, 100 minus 6x square by dx dy. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇന്നർ ഇൻ്റഗ്രൽ 0 to 2, 100 minus 6x square by dx ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. 100ൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോൾ 100x,
സിക്സ് എക്സ് സ്ക്വയർ വൈയില് വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേഷൻ. സോ സിക്സ് എക്സ് സ്ക്വയർ വൈയിൽ എന്ത് വരും, വൈ പുറത്തെടുത്തു, സിക്സ് എക്സ് സ്ക്വയറിന്റെ സിക്സ് എക്സ് ക്യൂബ് ബൈ 3, അതായത് 100x മൈനസ് 2x ക്യൂബ് ബൈ വിത്ത് ലിമിറ്റ്സ് 0 to 2. ഇനി എന്താണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. എക്സ് ഈക്വൽ ടു 2 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് ആയ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 200 മൈനസ് 2 ഇൻറ്റു 2 ക്യൂബ് 2 ഇൻറ്റു 8 16y മൈനസ് ലോവർ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0. സോ ഇന്റഗ്രൽ മൈനസ് 1 200 മൈനസ് 16/dy. സോ ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല. സോ ജസ്റ്റ് യൂഷ്വൽ ഇന്റഗ്രേഷൻ തന്നെയാണ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 200 ഇന്റഗ്രൽ 200y, അതുപോലെ 16y ഇന്റഗ്രൽ 16y² 2, that is 8y² with the limits -1 to 1. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. y equal to 1, ലോവർ ലിമിറ്റ് y equal to -1. സോ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 200 മൈനസ് 8 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 200 മൈനസ് 8, that is 200 plus 200 equal to 400. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫെമിനിസ്റ്റ് തിയറം വെരിഫൈ ചെയ്ത് നോക്കാം. അതായത് ഓർഡർ ഇന്റർചേഞ്ച് ചെയ്ത് ആ ഇന്റഗ്രൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം, എന്നിട്ട് അത് നേരത്തെ കിട്ടിയ വാല്യൂ തന്നെയാണോ നോക്കാം. അതായത് നമ്മൾ ഓർഡർ ഇന്റർചേഞ്ച് ചെയ്ത ആ ഇന്റഗ്രൽ കൺസിഡർ ചെയ്യണം. ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ -1 to 1 100 മൈനസ് 6x² dy/dx. സോ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇന്നർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവിടെ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്നർ ഇന്റഗ്രൽ വരുന്നത്. സോ 100ന്റെ ഇന്റഗ്രൽ എന്ത് വരും, 100 6x² y-ന് 6x² കോൺസ്റ്റന്റ് ആണ്. y-യുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y എന്ത് വരും, y² 2, that is 6x² y² 2. സോ 100y മൈനസ് 3x² y² ലിമിറ്റ്സ് -1 to 1. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ്സ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് y equal to 1 ലോവർ ലിമിറ്റ് y equal to -1. അപ്പർ ലിമിറ്റ് y equal to 1 കൊടുക്കുമ്പോൾ 100 മൈനസ് 3x² മൈനസ് ലോവർ ലിമിറ്റ് y equal to -1 കൊടുക്കുമ്പോൾ minus 100 minus 3x² dx, that is integral 0 to 200 dx. The just integration with respect to x ആണ്. So 200x limits 0 to 2. So 400 minus 0 equal to 400. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് സെയിം ആൻസർ ആയിട്ട്. സോ ഫെമിനിസ്റ്റ് തിയറം വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഇന്റഗ്രലും സെയിം ആകാൻ കാരണം എന്താണ്, ഫെമിനിസ്റ്റ് തിയറം പറയുന്ന പോലെ f(x y) equal to 100 minus 6x² r എന്ന റെക്റ്റാങ്കിൾ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഈ സെക്കൻഡ് ചെയ്ത മെത്തേഡിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ആൻസർ കിട്ടി. നോട്ടീസബിൾ ഡിഫറൻസ് ഒന്നും ഇല്ല, എങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതേസമയം വേറെ ചില ക്വസ്റ്റ്യനിൽ ആ ഡിഫറൻസ് നല്ല നോട്ടീസബിൾ ഡിഫറൻസ് തന്നെ ഉണ്ടാവും, ഒത്തിരി വ്യത്യാസമുണ്ടാവും. അതായത് ഫസ്റ്റ് ചെയ്ത രീതിയിൽ ചെയ്യുമ്പോൾ ഒത്തിരി ചെയ്യാനുണ്ടാവും, എന്നാൽ രണ്ടാമത് ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് മെത്തേഡ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപയോഗം ഫെമിനിസ്റ്റ് തിയറത്തിലുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആണെങ്കിൽ നമുക്ക് ഈസി ആയ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫെമിനിസ്റ്റ് തിയറം കാരണം നമുക്ക് ഏത് രീതിയിലും ചെയ്യുമ്പോൾ സെയിം ആൻസർ കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സിംപിളർ മെത്തേഡ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സെറ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ സെക്ഷനിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൂടെ കണ്ടു. അതായത് ജസ്റ്റ് ഡബിൾ ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതും അതുപോലെ ഫെമിനിസ്റ്റ് തിയറം വെരിഫൈ ചെയ്യുന്നതും. മൂന്നാമത് നമ്മൾ പറഞ്ഞ ടൈപ്പ് വോളിയം കാണാനുണ്ടാകും. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്റ്റിക്കൽ പാരാബോളോയിഡ് z equal to 10 plus x² plus 3y² and below the rectangle r 0 less than equal to x less than equal to 1 and 0 less than equal to y less than equal to 2. അപ്പോൾ അതാണ് പറയുന്നത് z equal to f(x, y) എന്ന് പറയുന്ന ആ സർഫസിൻ്റെയും r എന്ന റെക്റ്റാങ്കിളിൻ്റെയും ഇടയിലുള്ള റീജിയൻ്റെ വോളിയം. എന്താണ് ആ വോളിയം? ഡബിൾ ഇന്റഗ്രൽ ഓവർ f(x, y) dx dy. സോ നമുക്ക് ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ f(x, y) dA, that is. ഇപ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം, കാരണം എന്താണ്, f(x, y) കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ dx dy ഓർഡറിൽ ചെയ്യുന്നു. ഇന്റഗ്രൽ y-യുടെ ലിമിറ്റ് 0 to 2, വീണ്ടും x-ന്റെ ലിമിറ്റ് 0 to 1, f(x, y) dx dy. സോ വോളിയം ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to 1 10 plus x² plus 3y² dx dy. ഫസ്റ്റ് നമ്മൾ ഇന്നർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യുന്നത്, y-യും y ടേംസും എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും.
So 10 in the integral with respect to x 10x, x square into the x cube by 3, 3y square and 3y square constant with respect to x 3y square x. So 10x plus x cube by 3 plus 3y square x with the limits 0 to 1. The limits apply here. Upper limit x equal to 1, lower limit x equal to 0. X equal to 1 10 plus 1 by 3 plus 3y square. Lower limit 0 0 0 0. So it is 0 to 2, 10 plus 1 by 3 plus 3y square dy. That is 0 to 2, 10 plus 1 by 3 equal to 31 by 3 plus 3y square dy. Now the integration with respect to y but x in the terms is that, so just use integration 31 by 3 integral with respect to y and 31y by 3 plus 3 into y square and y cube by 3 with the limit 0 to 2. That is 31y by 3 plus y cube with the limit 0 to 2. Upper limit y equal to 2, lower limit y equal to 0. 62 by 3 plus 8 minus lower limit 0 plus 0. That is 62 plus 24 by 3 equal to 86 by 3. Basically, double integral evaluate these 3 type of questions. So, these 3 questions are in this section. So, 2 questions are problem set 1 PDF file study materials section. Additional questions എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന സെക്ഷൻ മൊത്തം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. അപ്പോൾ താങ്ക് യു.